ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഒരു അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരിയടയാണ്. നമ്മൾ ഈ അട കുക്കറിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് ചെയ്യാൻ പോവാണ്. ഇതായത് നമ്മളൊരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇതിലോട്ട് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ അടയിലോട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തോന്നുന്നു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ അടയൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുതിർന്നത് എങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് 3 തവണ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് അരപ്പിലേക്ക് കൊട്ടിക്കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തോന്നിക്കും. അങ്ങനെ ഇതവിടെ ഇരിക്കട്ടെ. ഒരു ചായപാത്രം എടുത്തോ, കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം മേലെ ഉണ്ടാവും. ഇനി ഒരു 150 ഗ്രാമൊക്കെ അടയുണ്ടാവും. അതായിരുന്നു വെള്ളത്തിലിട്ടത്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് ഇടിച്ചു ഞാൻ, അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉരുകാൻ. ഓരോരുത്തർക്ക് മധുരം എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര എടുക്കാം കേട്ടോ. എന്തായാലും അടപ്രഥമനൊക്കെ നല്ല മധുരം വേണം, അതല്ലേ ടേസ്റ്റ്. വലിയൊരു തേങ്ങ ചിരവിയിട്ടുണ്ട്. അതൊന്ന് പാലെടുക്കണം. ജാറിലേക്ക് ഇട്ട് നമുക്ക് ചുടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരുപാട് ഒഴിച്ചു കൊടുത്താലും അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചുടുവെള്ളമാണ് ഒഴിച്ചത്. അടയൊക്കെ നന്നായിട്ട് വെള്ളം വാർന്നു. ഇതൊന്ന് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ആ അട മുഴുവൻ ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുക്കറിലിട്ടിട്ട് ഇങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കുകയാണെങ്കിലും ഇത് നന്നായി വെന്തുടഞ്ഞിട്ടൊരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് കഴിക്കാനായിട്ട്. നമ്മൾ സാധാ ചെയ്യണ പോലെ അല്ലാതെ ഇങ്ങനെ കുക്കറിൽ ഒരു വേവ് എന്തായാലും അട കുക്കറിലിട്ടിട്ട് ഒരു വേവ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അരക്കപ്പ് മേലെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവേ. മൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചൊഴിക്കണം. ഒരു ചട്ടിയിലേക്ക് അരിച്ചൊഴിക്കാം. കേട്ടോ, ആ ശർക്കര പാനി ഒന്നുകൂടി ചൂടാക്കി എടുക്കാം. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ വിസിൽ എടുത്ത് അത് വെയിറ്റ് മാറ്റിയിട്ട് തുറന്നു, എയറൊക്കെ പോയിട്ട് തുറന്നേ. ഇതുണ്ടോ, അട നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് കഴിക്കുമ്പോഴും അതേപോലെ ടേസ്റ്റ് കാണും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉണ്ടോ, നന്നായി വെന്തതായിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര പാനി ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലിട്ട് കൊടുക്കാം, കൊട്ടിക്കൊടുക്കാം. അട അങ്ങനെ ഞാൻ ഇതിലേക്ക് കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനിയിൽ കിടന്ന് ഇതാവട്ടെ. ആ മധുരമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ശർക്കര പാനിയിലായതുകൊണ്ട് തന്നെ അതൊന്നും ഉടയൊന്നും ഇല്ല കേട്ടോ. അതാണ് ഇതിന് കുഴപ്പമില്ല. അങ്ങനെ എത്ര അതായാലും അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2ാം പാൽ 1 കപ്പോളം ബാക്കിയുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2ാം പാൽ മുഴുവൻ. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ആ 1ാം പാലൊക്കെ 2ാം പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ 1 കപ്പോളം ഉണ്ടാവും, ഒഴിച്ചു കൊടുക്കാം. കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡിയായി. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അടപ്രഥമൻ റെഡിയാവും കേട്ടോ. അത്രയും സമയം വേണമല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്രഥമൻ റെഡിയായിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നല്ല സോഫ്റ്റ് അടയൊക്കെ നല്ല സോഫ്റ്റായി വെന്ത് കിട്ടി. പിന്നെ അങ്ങനെ ഉടയൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ട്. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്.
ഒരു ചീനച്ചട്ടി വെച്ചു, ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വെക്കും നന്നായിട്ട്. അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് കഴുകിയിരുന്നു, വെള്ളം ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ടത് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ.